ഞങ്ങൾ പിന്നെയും കൊൽക്കത്തയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. കൊൽക്കത്തയിലുണ്ടായിരുന്ന ആദ്യ 2 ദിവസവും എയർബിഎൻബിയുടെ ഫ്ലാറ്റാണ് എടുത്തതെങ്കിൽ മൂന്നാമത്തെ ദിവസം അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കിയപ്പോൾ സാധിച്ചില്ല. അതുകൊണ്ട് പിന്നെ അവിടെ എയർപോർട്ടിനോട് ചേർന്ന് ഒരു ഹോട്ടലിൽ നമ്മൾ റൂം എടുത്ത് താമസിക്കുകയായിരുന്നു. അവിടെ നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിച്ചുകൊണ്ടാണ് അന്നത്തെ ദിവസം ആരംഭിച്ചത്. ഈ പല പല ഹോട്ടലുകളിൽ താമസിക്കുമ്പോൾ പുറത്തുപോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനേക്കാൾ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം ഇവിടുത്തെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ്. അതാവുമ്പോൾ അവരവർക്ക് ഇഷ്ടമുള്ളത് മാത്രം തിരഞ്ഞെടുത്ത് കഴിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഗ്രാൻഡായിരുന്നു. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ബ്രെഡും മുട്ടയും എല്ലാം ചേർന്നിട്ടുള്ളൊരു കംപ്ലീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു. കുറച്ച് നേരം വൈകി കഴിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്കിത് ബ്രഞ്ചാക്കാമായിരുന്നു. പക്ഷേ സിലിഗുരി വരെ എത്തേണ്ടതുള്ളത് കൊണ്ട് അധികം വൈകിക്കാനും പറ്റില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഏകദേശം 8:30-9 മണിയോടുകൂടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കൊൽക്കത്തയോട് ബൈ പറഞ്ഞ് അവിടെ നിന്ന് പുറപ്പെട്ടു. ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് കൊൽക്കത്തയിലെ പ്രധാനപ്പെട്ട സ്വീറ്റ്സ് ആയിട്ടുള്ള KC ദാസിൻ്റെ രസഗുളയും രസമലായും ഞങ്ങൾ മേടിച്ചിരുന്നു. കുറച്ച് ദിവസത്തെ യാത്രയല്ലേ, ഞങ്ങളുടെ വണ്ടി ആകെ ഡിസോർഡർ ആയിരുന്നു. ഒരുവിധം അതൊക്കെ ഒന്ന് ഓർഡറാക്കി ബാക്കിൽ കിടക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു. കൊൽക്കത്ത നഗരത്തിൻ്റെ ബിസി റോഡൊക്കെ പിന്നിട്ട് ഞങ്ങൾ ഹൈവേയിലേക്ക് കടന്നു. അപ്പോൾ അവിടെ പഴയ കെട്ടിടങ്ങളും ട്രാം സംസ്കാരത്തിൻ്റെ ഓർമ്മകളും മാറുന്ന സിറ്റി വ്യൂസും പിന്നാലെ ഗ്രാമീണ ബംഗാളിൻ്റെ പച്ചപ്പും ഒക്കെ കാണാനായിട്ട് സാധിച്ചു. ഇവിടുത്തെ റോഡുകളുടെ കണ്ടീഷനും വളരെ നല്ലതായിരുന്നു. ഈ യാത്രയുടെ 3/4 ഭാഗവും ഞങ്ങൾ കവർ ചെയ്യുന്നത് NH-12 കൂടെയാണ്. ഇത് NH-34ൻ്റെ പുതിയ നമ്പറാണ്. ഇത്രയധികം ദൂരം യാത്ര ചെയ്ത് ഞങ്ങൾക്ക് ഈ ഹൈവേയിൽ മാത്രം ഒരു പ്രത്യേകത കാണാൻ പറ്റി. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് സ്പീഡ് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഗണ്ണുകളുമായിട്ട് പോലീസുകാർ അവിടെ ഇവിടെയും നിൽക്കുന്നതായിട്ട് കാണാം. 80 km/h ഇവിടുത്തെ വേഗപരിധി. എന്നാൽ ഞങ്ങളുടേത് 87 km/h ആയി എന്ന കുറ്റത്തിന് തൊട്ടടുത്ത ജംഗ്ഷൻ എത്തിയപ്പോൾ ഒരു പോലീസുകാരൻ പിടിച്ചു. പണമായിരുന്നു ആവശ്യം. എന്ത് വന്നാലും പണമായിട്ട് കയ്യിൽ കൊടുക്കില്ല എന്നത് ഞങ്ങൾ ഉറപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ചലാനാക്കിക്കോളൂ എന്ന രീതിയിലായി സംസാരം. ഞങ്ങൾ ഈ ദൃശ്യങ്ങളൊക്കെ വീഡിയോയിൽ പകർത്താൻ ശ്രമിച്ചപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ കുറച്ചൊന്ന് ചൂടായി. അവരത് ഡിലീറ്റ് ചെയ്യാൻ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ അടുത്ത് നിന്ന് നമ്മുടെ ഫോണിൽ നിന്നും റീസൈക്കിൾ ബിന്നിൽ നിന്നും വരെ നമ്മളത് ഡിലീറ്റ് ചെയ്തു എന്നവർ ഉറപ്പുവരുത്തി. ഏകദേശം 2 മണിക്കൂർ യാത്ര പിന്നിട്ടപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് സ്വീറ്റ്സിൻ്റെ കാര്യം ഓർമ്മ വന്നു. എന്നാൽ പിന്നെ ആ വഴിയരികിൽ നിന്നുകൊണ്ട് ആ സ്വീറ്റ്സിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാമെന്നായി. ഈ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഈ സ്വീറ്റ്സും കഴിച്ച് കുറച്ചു നേരം ഇവിടെ ഒന്ന് നടന്നിട്ട് അടുത്ത യാത്ര തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. ആദ്യം എടുത്തത് രസഗുളയാണ്. ഇതൊരു സ്പോഞ്ച് പോലെയായിരുന്നു. വളരെയധികം സ്വാദായിരുന്നു ഇതിന്. വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു മധുരമില്ലാത്തത് കൊണ്ട് എല്ലാവർക്കും വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നി. ഇതിനോടൊപ്പം തന്നെ മേടിച്ച രസമലായും എടുത്ത് 2 അകത്താക്കി. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ രസഗുള തന്നെയാണ്. ഈ ബംഗാളിലെ രസഗുള ഒരു വലിയ സംഭവമാണ് കേട്ടോ. അങ്ങനെ എല്ലാ സ്വീറ്റ്സും കഴിച്ചു കഴിഞ്ഞ് അതിൻ്റെ വേസ്റ്റൊക്കെ ഭദ്രമായിട്ട് പാക്ക് ചെയ്ത് നമ്മുടെ കാറിൽ തന്നെ എടുത്തു വെച്ചു. നമ്മളിതുപോലെ യാത്ര ചെയ്യുമ്പോൾ നമ്മളായിട്ട് ഈ പരിസരം അധികം മലിനീകരമാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. നമ്മുടെ അടുത്തു നിന്നുണ്ടാകുന്ന ഇങ്ങനത്തെ വേസ്റ്റുകളൊക്കെ ഒരുമിച്ച് വെച്ചതിന് ശേഷം എവിടെയെങ്കിലും വേസ്റ്റ് ബിന്നൊക്കെ കാണുമ്പോൾ അവിടേക്ക് അത് കൊണ്ടുപോയി ഇടുകയാണ് പതിവ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും വെസ്റ്റ് ബംഗാളിൻ്റെ ഗ്രാമീണ ഭംഗി ആസ്വദിച്ച് ഡ്രൈവിംഗ് തുടങ്ങി. ഈ വൈക്കോല് പോലെയുള്ള എന്തോ ഒരു സാധനം കയറ്റിയിട്ട് ഒരുപാട് വണ്ടികൾ ഇങ്ങനെ പോകുന്നത് കണ്ടു. അപ്പം നമ്മൾ ചുമ്മാ ഇതൊന്ന് പകർത്തിയതാണ്. ഈ ബംഗാളിൻ്റെയും ഒറീസയുടെയും ഒക്കെ കുറേ ഭാഗങ്ങൾ നമുക്ക് കാണുമ്പോൾ കേരളത്തോട് വളരെയധികം സാമ്യമുള്ളതായിട്ട് നമുക്ക് തോന്നും. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഹെൽത്ത് സെൻറ്റർ. ഇതൊരു ചെറിയ ഹോസ്പിറ്റൽ സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു. ഹൈവേയുടെ സൈഡിലൊക്കെ പണി നടക്കുന്നതുകൊണ്ട് നമുക്കൊരു വലിയ ബ്ലോക്ക് കിട്ടി. ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടെ ബിരുദന്മാരായിട്ടുള്ള കുട്ടികൾ മെല്ലെ സൈക്കിൾ എടുത്തുകൊണ്ട് പോകുന്ന യാത്രയാണ് കാണുന്നത്. എത്ര സ്കിൽഫുള്ളായിട്ടാണ് അവരടുത്ത് ചെയ്യുന്നത് നോക്കൂ. അങ്ങനെ ബ്ലോക്കൊക്കെ തീർന്നു തുടങ്ങിയപ്പോൾ വണ്ടി മെല്ലെ മെല്ലെ എടുത്ത് ഞങ്ങൾ പിന്നെയും യാത്ര തുടങ്ങി. ഒരുപാട് ദൂരത്തെ യാത്രയുണ്ടെന്ന്. ഏകദേശം 12-13 മണിക്കൂർ പിടിക്കും.
എങ്ങനെയായാലും രാത്രി ഒരുപാട് വൈകിട്ടേ ഇന്ന് എത്താൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലായി. കഴിഞ്ഞ വർഷത്തിനെ വെച്ച് നോക്കുമ്പോൾ ഇത്തവണത്തെ യാത്രയിൽ പലപ്പോഴും രാത്രി സമയങ്ങളിൽ കൂടുതൽ ഡ്രൈവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ശരിക്കും രാത്രി സമയങ്ങളിലെ ഡ്രൈവ് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇടയ്ക്ക് നമുക്കൊരു വാഷ്റൂമിലൊക്കെ പോകണമെന്ന് തോന്നിയപ്പോൾ വണ്ടി പിന്നെയും നിർത്തി കുറച്ച് നേരം നടക്കുകയും ചെയ്തു അവിടെയൊക്കെ. പിന്നീട് നമ്മൾ യാത്ര തുടങ്ങിയപ്പോഴേക്കും നമുക്ക് കൂട്ടായിട്ട് മഴയും എത്തി തുടങ്ങിയിരുന്നു. ഒരു ബംഗാൾ മഴ. അങ്ങനെ അവിടെ നിന്നും ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് നമ്മൾ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല എന്നുള്ളത് ഓർമ്മ വന്നത്. ഇടയിലൊരു കനത്തുള്ള സ്വീറ്റ്സ് കഴിച്ചതുകൊണ്ട് വലിയ വിശപ്പൊന്നും ആർക്കും തോന്നിയില്ല. അങ്ങനെ ആ മഴയും ആസ്വദിച്ച് യാത്ര തുടങ്ങുമ്പോഴും ഞങ്ങൾക്ക് കുറച്ച് ആശങ്കയുണ്ടായിരുന്നു. ഈ മഴ കാരണം ഞങ്ങളുടെ ഓൾറെഡി ലേറ്റായിട്ടുള്ള എത്തൽ ഒന്നും കൂടെ വൈകുമോ, അവിടെ എത്തിയാലും നമുക്ക് താമസിക്കാനുള്ള റൂമൊന്നും എടുത്തിട്ടില്ല, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ വണ്ടിയിലിരിക്കുന്നത്. നമ്മൾ പോകുന്നതിനോടൊപ്പം തന്നെ നമുക്ക് കൂട്ടായിട്ട് ഈ മഴക്കാറ് നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോൾ മഴക്കാരൊക്കെ മാറി ആകാശമൊക്കെ നല്ല പോലെ അങ്ങ് തെളിഞ്ഞു വന്നു. അങ്ങനെയുള്ള യാത്രയിലാണ് ഈ ഒരു ബ്രിഡ്ജ് ശ്രദ്ധിച്ചത്. ഇത് വെറുമൊരു ബ്രിഡ്ജല്ല, ഇതിൽ റെയിൽ കം റോഡ് വരുന്ന ഒരു ബ്രിഡ്ജാണിത്. ഇതിൻ്റെ പേര് ഫരാക്ക ബാരേജ് എന്നാണ്. ഏകദേശം 2 കിലോമീറ്ററിൽ കൂടുതൽ ഇതിന് നീളം വരുന്നുണ്ട്. 1970കളിലാണ് ഇത് നിർമ്മിച്ചിരുന്നത്. നോർത്ത് ബംഗാളിനും സൗത്ത് ബംഗാളിനും ഇടയിലുള്ള ഒരു പ്രധാന ബ്രിഡ്ജായിട്ടാണ് ഇത് വർത്തിക്കുന്നത്. ഇത്തരം പ്രധാനപ്പെട്ട നിർമ്മിതികളുണ്ടല്ലോ, ഒരു സ്ഥലത്ത് തന്നെ വികസനത്തിന് എത്രയധികം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ബാരേജിന് മുകളിലുള്ള യാത്രയിലാണ് ഈ ചേട്ടനെ കണ്ടത്. ആളൊരു കില്ലാടി തന്നെ. അങ്ങനെ ഞങ്ങൾ ആ ബ്രിഡ്ജിന്മേലുള്ള യാത്രയൊക്കെ കഴിഞ്ഞ് മാൾഡ എത്താറായിരിക്കുന്നു. രാഷ്ട്രീയ പ്രധാനമുള്ളൊരു സ്ഥലമാണല്ലോ ഈ മാൾഡ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് വിശന്ന് തുടങ്ങിയിരുന്നു. ഏകദേശം 4:30 ഞങ്ങൾ കയറിയത് ജോസ് പ്രകാശിൻ്റെ കൊള്ളസങ്കേതത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു. ഈ റെസ്റ്റോറൻറ്റിനകത്ത് ആളുകൾ വളരെ കുറവായിരുന്നു. ഇതിനകത്തൊരു അമ്പലമുണ്ട്, ഒരു ബേക്കറി ഉണ്ട്. അമ്പലത്തിൽ പ്രധാനമായിട്ടുള്ള പൂജകൾ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. പക്ഷേ വളരെ സുലഭമായിട്ട് നോൺ വെജ് വിഭവങ്ങൾ നമുക്കിവിടെ കിട്ടുകയും ചെയ്യും. ആകെ ഈ കോമ്പിനേഷൻ മൊത്തത്തിലൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നെയും ഞങ്ങൾ ഹൈവേയിൽ കൂടെയുള്ള യാത്ര തുടർന്നു. നേരം ഇരുട്ടി തുടങ്ങി. ഞങ്ങൾക്ക് ചെറിയൊരു ആശങ്ക തോന്നി തുടങ്ങി. കാരണം ഇനിയും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലം എത്താനായിട്ട് ഒരുപാട് ദൂരമുണ്ട്. ഇടയിലെല്ലാം ചെറിയ ചെറിയ ടൗണുകൾ വരുന്നത് കൊണ്ട് ട്രാഫിക് ബ്ലോക്കുകളും നല്ല പോലെ കിട്ടിപ്പോന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് വൈകി സിൽഗുരി എന്നുള്ള സ്ഥലത്തെത്തി. യാത്രകൾ തുടരും.